ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക സാധ്യതകൾ റിപ്പോർട്ടർ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ഇലക്ഷൻ ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ആരൊക്കെ എന്ന ചോദ്യമാണ്. ഓരോ മണ്ഡലങ്ങളിലും നിലവിൽ സ്ഥാനാർത്ഥി സാധ്യതകൾ ആരൊക്കെയാണ് എന്ന് റിപ്പോർട്ടർമാർ നമുക്ക് നൽകിയിരിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. കേരളത്തിൽ ആരൊക്കെ? ചിലയിടത്തൊക്കെ 3-4 പേരുകളുണ്ട്, ചിലയിടത്ത് 2 പേരുകൾ, ചിലയിടത്ത് ഒറ്റ പേരാണ്. അതെ, ഒരേ ഒരു പേര്, 3 പാർട്ടികൾ. അപ്പോൾ ഇനി വരാൻ പോകുന്നത് മധ്യ കേരളത്തിലേക്കാണ്. ഇന്നലെ നമ്മൾ വടക്കൻ കേരളത്തിലെ യാത്ര തുടങ്ങി, പൊന്നാനിയിൽ നിർത്തി. നമ്മൾ ഇനി ആലത്തൂരിലായിരിക്കും തുടങ്ങുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭാരത് ഇന്ത്യ യുദ്ധത്തിൽ കേരളത്തിൽ നിന്നും ആരൊക്കെയായിരിക്കും പടക്കളത്തിലേക്ക് വരുന്നത്, കേരളത്തിലെ പടനായകന്മാർ ആരൊക്കെയായിരിക്കുമെന്ന് നമ്മൾ പരിശോധിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ആരൊക്കെ സ്പെഷ്യൽ ഇലക്ഷൻ ഷോ. നമ്മളിത് തുടങ്ങുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ്. ആലത്തൂർ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുള്ളത്, നിലവിലുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും ജൂനിയറായ മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. 2004 ആലത്തൂർ മണ്ഡലം ഉണ്ടാവുന്നത്, അല്ലെ? ആ ആലത്തൂർ മണ്ഡലത്തിലെ ആദ്യത്തെ 2004 മണ്ഡലം ഉണ്ടാവുന്നുണ്ടെങ്കിലും 2009 ഇലക്ഷൻ നടക്കുന്നത്. 2014 PK ബിജു. അതെ, അതിനുശേഷം മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി വന്ന് PK ബിജുവിനെ അട്ടിമറിക്കുന്നത് രമ്യ ഹരിദാസ്. പാട്ടും പാടി അതും 5 ഇരട്ടിയാണ്, 5 ഇരട്ടി. അപ്പോൾ കണക്കുകൾ നമുക്ക് ആദ്യം പരിശോധിച്ചു വരാം. ആലത്തൂരിന്റെ കണക്കുകൾ ഇതാണ്. UDF ആലത്തൂരിൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് കിട്ടിയത് 52.4%. 52.4% UDF വോട്ട് വിഹിതം. LDF ലഭിച്ചത് 36.8%, അഥവാ 36.8%. NDA ലഭിച്ചത് 8.82%. ആലത്തൂരിന്റെ കണക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. UDF 52, LDF 36, ഒപ്പം NDAക്കുള്ളത് 8.82%. ആരായിരിക്കും LDF UDF NDAയുടെയും സ്ഥാനാർത്ഥി സാധ്യതകൾ ആലത്തൂരിലുള്ളത്? തീർച്ചയായും UDF സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസ് തന്നെ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു, അല്ലേ? സിറ്റിംഗ് എംപിമാർ മത്സരിക്കാൻ സാധ്യതയില്ലാത്തത് ഇപ്പോൾ കണ്ണൂർ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ. രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ ഇത്തവണയും പാട്ടും പാടി ജയിക്കുമോ, അതോ പാട്ടുപാടുമ്പോൾ വെള്ളി വീഴുമോ എന്നാണ് അറിയാം. കഴിഞ്ഞ തവണ പാട്ടും പാടിയാണ് ജയിച്ചത്, അല്ലെ? പാട്ടുപാടിയിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ പാട്ടുപാടിയിരുന്നു. പെങ്ങളൂട്ടി എന്നൊരു പേരും ആ സമയത്തുണ്ടായിരുന്നു. പെങ്ങളൂട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന രമ്യ ഹരിദാസ് ഇത്തവണ വീണ്ടും UDF വേണ്ടി കുപ്പായത്തിലേക്ക് എത്തുമ്പോൾ, സ്ഥാനാർത്ഥി കുപ്പായത്തിലേക്ക് എത്തുമ്പോൾ, മറിച്ച് രമ്യ ഹരിദാസിനെ നേരിടാൻ LDF ഒരു വലിയ നിര തന്നെ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് വലിയ നിര പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പേരുകളിൽ എവിടെ ഉറപ്പിക്കാമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കേൾക്കുന്ന പേരുകളിൽ ചിലർക്കെങ്കിലും താല്പര്യമില്ല എന്നും കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം UDF സ്ഥാനാർത്ഥി, അത് നമ്മൾ നേരത്തെ കണ്ടു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആണ്. LDF സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് നമ്മൾ പോകുന്നു. AK ബാലൻ, S അജയ്കുമാർ, TK വാസു എന്നീ 3 പേരുടെ പേരുകളാണ് ആലത്തൂർ മണ്ഡലത്തിൽ പരിഗണിച്ചു കേൾക്കുന്നത്. ഇതിപ്പോൾ ഇടതുപക്ഷം മുതിർന്ന നേതാക്കളെ ഇറക്കി പരീക്ഷിക്കുന്ന, അതായത് എങ്ങനെയെങ്കിലും ജയിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് മുതിർന്ന നേതാക്കളെ ഇറക്കുന്നതിൽ ഒരു മണ്ഡലമാണ്. അതെ, ഇത്തവണ PK ബിജുവിനെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ആലത്തൂർ മണ്ഡലം ഉണ്ടായത് മുതൽ LDF ഒരൊറ്റ സ്ഥാനാർത്ഥി ആലത്തൂരിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് യുവ നേതൃത്വ പ്രസ്ഥാനത്തിലൂടെ വന്ന് വിജയിച്ചു കയറി PK ബിജു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആലത്തൂർ മണ്ഡലം ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആലത്തൂർ മണ്ഡലം പട്ടികജാതി സംവരണ മണ്ഡലം, പിന്നൊന്നുള്ളത് മാവേലിക്കരയാണ്, അല്ലെ? അപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ നേരിടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എത്തണം. അതൊരു വനിതാ സ്ഥാനാർത്ഥി എത്തുമെങ്കിൽ അതാരായിരിക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. പക്ഷേ ഏറ്റവും ഒടുവിലുള്ള ചർച്ചകൾ വന്ന് എത്തി നിൽക്കുന്നത് AK ബാലൻ, അതല്ലെങ്കിൽ S അജയ്കുമാർ. S അജയ്കുമാർ ഒറ്റപ്പാലത്തുകാരനാണ്. ഒറ്റപ്പാലത്തെ വളരെ പ്രിയങ്കരനായ CPM നേതാവാണ്, വളരെ മികച്ച സംഘാടകനാണ്. അതുകൊണ്ട് അജയ്കുമാറിന് സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ കേൾക്കുന്ന വിവരം. AK ബാലൻ, ഈ 2 നേതാക്കളും പാലക്കാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ തൃശ്ശൂരാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ മണ്ഡലത്തിന്റെ അതായത് പൂർണ്ണമായും ഒരു പാലക്കാടൻ മണ്ഡലം എന്ന് പറയാൻ കഴിയില്ല. കാരണം പാലക്കാട് ജില്ലയിലെ തരൂരും ചിറ്റൂരും നെന്മാറയും ആലത്തൂരും ഉണ്ടെങ്കിലും തൃശ്ശൂരിലെ 3 ഉണ്ട്: ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി. 7 ഒരേപോലെ പ്രസൻസ് ഉണ്ടെങ്കിലേ പാട്ടും പാടി ജയിക്കാനോ. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ രമ്യ നേടിയത്. 1,58,000, അല്ലെ? 1,58,968. ഓർമ്മിക്കണം, 2014 PK ബിജു നേടിയ ഭൂരിപക്ഷം 37,312 ആയിരുന്നു. അതിനു മുമ്പ് ആദ്യം മത്സരിക്കുമ്പോൾ 20,000 ആയിരുന്നു. അതിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ തവണ നേടിയെങ്കിലും രമ്യ ഹരിദാസ് എത്തുമ്പോൾ ഒരുപക്ഷെ പല
ഫാക്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന വലിയ ഫാക്ടർ, ശബരിമല എന്ന് പറയുന്ന മറ്റൊരു ഫാക്ടർ. നമുക്ക് ഇനി NDAക്ക് വേണ്ടി ആരാണ് ഇത്തവണ BDJs ഏറ്റെടുക്കുന്നുണ്ടോ അതോ BJP ആണോ? ആരാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്? രേണു സുരേഷ്. രേണു സുരേഷാണ്. രേണു സുരേഷ് മത്സരിക്കാൻ എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തെ 8% നിന്ന് രേണു സുരേഷിന് നില മെച്ചപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. വലിയ സാധ്യതകൾ ആലത്തൂർ മണ്ഡലത്തിലില്ല. ആലത്തൂരിൽ ഒരു മിക്സഡ് പൊളിറ്റിക്സ് ഉള്ള ഒരു മണ്ഡലമാണ്. ആലത്തൂരിന് ഒരു പരമാവധി, അതായത് ഒരു കേഡർ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു 80,000 അതിന് മുകളിലേക്ക് എത്ര ഉയർത്താൻ കഴിയും? അത് BDJs ആണെങ്കിൽ കുറച്ചുകൂടി സാമുദായിക സമവാക്യങ്ങൾ വരുമോ? TV ബാബു വീണ്ടും വരുമോ? രേണു തന്നെ മത്സരിക്കുമോ എന്നുള്ളതൊന്നും ഇതുവരെ ഉറപ്പിക്കാറായിട്ടില്ല. TV ബാബുവാണ് BDJസിന് വേണ്ടി അന്ന് മത്സരിച്ചത്. പക്ഷേ അതിന് മുമ്പ് BJP സ്ഥാനാർത്ഥിയായിരുന്നു ഷാജു മോൻ പട്ടക്കാട്. M ബിന്ദു ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജു മോന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 87,000. ഏകദേശം സമാനമായ വോട്ട് തന്നെ BDJസിനും അവിടെ ലഭിച്ചിട്ടുണ്ട്, 89,000. അപ്പോൾ അത് കേഡർ വോട്ട് തന്നെയാണ്. നമുക്ക് മണ്ഡലത്തെ കുറിച്ച് ആഴത്തിൽ അറിഞ്ഞാലോ? അതെ, മണ്ഡലത്തിൽ ആഴത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായി ജെയ്സൺ ചാമവളപ്പിൽ. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ, വെരി ഗുഡ് ഈവനിങ്. ആലത്തൂർ മണ്ഡലത്തിന് ഒരു രാഷ്ട്രീയ സ്വഭാവം നമ്മൾ നോക്കിയാൽ 2 വർഷം LDFനെ തുടയ്ക്കുകയും ഒരു തവണ UDF പക്ഷത്തേക്ക് മാറുകയും ചെയ്തു. പക്ഷേ മാറിയത് വലിയ മാറ്റത്തോടു കൂടിയാണ്. ആലത്തൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലൂടെയാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് പോകുന്നത്. ആലത്തൂർ മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിൽ വളരെ സാധാരണക്കാരായ കർഷകരായ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട SC/ST വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. ആലത്തൂർ മണ്ഡലത്തിന് ഒരു ഇടതു സ്വഭാവം ഉണ്ടെങ്കിലും അതിനെ അട്ടിമറിക്കാൻ, അതിജീവിക്കാൻ രമ്യയ്ക്ക് സാധിച്ചു. ഇത്തവണ എന്ത് സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത് LDF സ്ഥാനാർത്ഥി പട്ടികയിൽ? ഗുഡ് ഈവനിങ് അരുൺകുമാർ ആൻഡ് സുജയ, സ്മൃതി. ആലത്തൂർ മണ്ഡലം വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ആലത്തൂരിൻ്റെ മുൻ പേരായ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്നു കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം. പക്ഷേ പിന്നീട് അത് സ്വഭാവം മാറി ഇടതുപക്ഷത്തേക്ക് മാറുകയായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ രസകരമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു. സത്യത്തിൽ നമ്മളെല്ലാവരും വളരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ സംഗീതാത്മകമാക്കിയ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. പെങ്ങളൊട്ടിയുടെ വരവ്, അവർ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല, പാലക്കാട് ജില്ലയിൽ നിന്നല്ല, കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. അതിനു മുമ്പ് നിരവധി സ്ഥാനാർത്ഥികൾ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. IM വിജയനെയാണ് കോൺഗ്രസ് അന്ന് മനസ്സിൽ കരുതിയിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഥയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് IM വിജയനോട് ചോദിച്ചു. IM വിജയൻ ഞാനില്ല എന്ന് പറഞ്ഞു. മറ്റു പലരെയും പരിഗണിച്ചിട്ട് അവസാനം കണ്ടെത്തിയ പേരാണ് രമ്യ ഹരിദാസ്. അവർ അന്ന് രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡുമായി അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന സമയത്താണ് അവരെ ഇവിടേക്ക് പരിഗണിക്കുന്നത്. അവർ പാട്ടുപാടിയാണ് ഇവിടേക്ക് വരുന്നത് തന്നെ. പിന്നീട് ആ മണ്ഡലത്തെ മുഴുവൻ ഒരു സംഗീത സാന്ദ്രമാക്കി എന്നതാണ് അവരുടെ ഒരു വലിയ ഓളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ഉണ്ടാക്കാൻ ഒരു പക്ഷേ രമ്യ ഹരിദാസിന് കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു പ്രധാന ഘടകമായിരുന്നത് ഇനിയത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണല്ലോ. ഒരു ഘട്ടത്തിൽ വരെ രമ്യയ്ക്ക് എതിരെ എതിർവികാരമുണ്ട്, പാർട്ടിക്കകത്തുമുണ്ട് എന്നതുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ 15 MP-മാരും മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണല്ലോ. തീർച്ചയായും രമ്യ ഹരിദാസ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പിന് സമ്പൂർണ്ണ ചുമതല വഹിച്ചിരുന്ന അനിൽ അക്കര MLA ആയിരുന്നു. വടക്കാഞ്ചേരിയിലെ MLA ആയിരുന്നു കഴിഞ്ഞ തവണ അനിൽ അക്കര. അതുകൊണ്ട് തന്നെ അനിൽ അക്കരയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു കഴിഞ്ഞ തവണ ആലത്തൂർ മണ്ഡലത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ എല്ലാ അടവുകളും ആ മണ്ഡലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ടെമ്പോ ആ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമോ എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതേസമയം തന്നെയാണ് ഇത്തവണ കൂടി ആ മണ്ഡലം കൈവിട്ടു പോകാൻ ഒരിക്കലും പാടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് LDF ഉള്ളത്, പ്രത്യേകിച്ച് CPM ഉള്ളത്. ആദ്യഘട്ടത്തിൽ K രാധാകൃഷ്ണനോട് സംസാരിച്ചു. അദ്ദേഹം ആ ചേലക്കര മണ്ഡലത്തിലുള്ള MLA കൂടിയാണ്. അദ്ദേഹം തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അതോടുകൂടിയാണ് AK ബാലനിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. S അജയകുമാർ ഇതിനു മുൻപ് അവിടുത്തെ MP ആയിരുന്നു. ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലെ MP ആയിരുന്നു. കൂടുതലാണ് രമ്യക്ക് കുറച്ച് ഭയക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അജയകുമാറും മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ്. AK ബാലൻ പക്ഷേ താല്പര്യമില്ല എന്ന് അറിയിച്ചതായിട്ട് സൂചനകളുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ബ്രേക്കിംഗുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ പ്രേക്ഷകർക്കൊപ്പം എത്തും. അതിനു മുമ്പിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാം. അതെ, ഈ ആലത്തൂർ
ആലത്തൂരിനെ കുറിച്ച് ഒരു കാര്യം കൂടി. അതായത് ആലത്തൂരിൽ ഒരു ട്രംപ് കാർഡ് ഇൻ വെയിറ്റിംഗ് ഉണ്ട്. AV ഗോപിനാഥ് ആർക്കൊപ്പം ചേരുന്നോ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ AV ഗോപിനാഥിന്റെ സാന്നിധ്യം അവിടെ പ്രയോജനപ്പെടാൻ പോവുകയാണ്. രമ്യ ഹരിദാസ് ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ 2 തവണയാണ് പോയി കണ്ടിരിക്കുന്നത്. ബാലനുമായി നല്ല അടുപ്പത്തിലാണ് AV ഗോപിനാഥ്. അതൊരു ട്രംപ് കാർഡായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താൻ കോൺഗ്രസുകാരനാണ് എന്നൊക്കെ ഗോപിനാഥ് പറയുമ്പോഴും എങ്ങോട്ടാണ് ചുവടുമാറ്റം എന്നുള്ളത് കഴിഞ്ഞ നവകേരള സദസ്സിന്റെ യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും. പക്ഷേ അതിനു മുൻപ് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളും അദ്ദേഹം ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി പ്രതികരിക്കാറുണ്ട്. ശരി, നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു. മറ്റൊരു BJPയുടെ A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട് തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണയും ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനയും കണക്കുകളും നമുക്കൊന്ന് നോക്കിയാൽ UDFന് 38.83% കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥി നേടുന്നത്. LDFന് ലഭിച്ചതാവട്ടെ 37.7%. MB രാജേഷ് ആയിരുന്നു അന്ന് LDFന്റെ സ്ഥാനാർത്ഥി. NDAക്ക് ലഭിച്ചത് കേവലം 21.26%. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഏറ്റവും കൂടുതൽ വോട്ട് പെർസെന്റേജ് NDAക്കുള്ള മണ്ഡലമാണ് പാലക്കാട്. ഒരേ ഒരു മുനിസിപ്പാലിറ്റി BJPക്കുള്ള സ്ഥലമാണ് പാലക്കാട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അവിടെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ മെട്രോമാൻ E ശ്രീധരനാണ് പാലക്കാട് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ അവസാന നിമിഷം വരെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിച്ചത്. അതുകൊണ്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ആരൊക്കെയാണ് UDFന്റെ സ്ഥാനാർത്ഥി സാധ്യത? ഒറ്റ സ്ഥാനാർത്ഥി മാത്രം, അത് സിറ്റിംഗ് MP VK ശ്രീകണ്ഠനാണ്. ഇനി LDFന്റെ സാധ്യതകൾ ആരൊക്കെയായിരിക്കും VK ശ്രീകണ്ഠനെ നേരിടാൻ വരാൻ സാധ്യതയുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. സ്മൃതി പരുത്തിക്കാട് M സ്വരാജിന്റെ പേര് കേൾക്കുന്നു. PA ഗോകുൽദാസ്, NN കൃഷ്ണദാസ് എന്നിവരാണ്. ഈ സ്വരാജിന്റെ പേര് പലയിടത്താണ് കേൾക്കുന്നത് അല്ലെ? കൊല്ലത്തും കേൾക്കുന്നുണ്ട്. വേറെ എവിടെയും കൂടെ കേട്ടല്ലോ. മലബാറിൽ പൊന്നാനിയിൽ കേട്ടു, കൊല്ലത്ത് കേട്ടു, ഒപ്പം ഇപ്പോൾ പാലക്കാടും കേൾക്കുന്നുണ്ട്. M സ്വരാജ് പാലക്കാട് ഇറങ്ങിയാൽ, VK ശ്രീകണ്ഠനെ നേരിടാൻ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? കഴിഞ്ഞ തവണ MB രാജേഷിനെ അട്ടിമറിക്കുകയായിരുന്നു അല്ലെ ലോക്സഭയിൽ. അതെ, അതിന് പ്രധാനപ്പെട്ട കാരണം ശബരിമല തന്നെയായിരുന്നു. പാലക്കാട് പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒന്ന് വയനാട് എടുത്ത് നിൽക്കുന്നു, പക്ഷെ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്, വളരെ നേരിയ പെർസെന്റേജ്, 11630 മാത്രമേ ഉള്ളൂ. അത് വളരെ തൊട്ടു മുമ്പ് വീരേന്ദ്രകുമാറിനെ MB രാജേഷ് പരാജയപ്പെടുത്തുന്നത് ഏകദേശം 1,00,000-ലധികം വോട്ടുകൾക്കാണ്, 1,05,000-ഓളം വോട്ടുകൾക്കാണ്. അവിടെ വീരേന്ദ്രകുമാർ സമ്പൂർണ്ണ പരാജയമാണ് MB രാജേഷിന് മുന്നിൽ. പക്ഷേ ആ MB രാജേഷിനെ ശ്രീകണ്ഠൻ പരാജയപ്പെടുത്തിയത് നേരിയ ഭൂരിപക്ഷത്തിലാണ്. ശബരിമലയും രാഹുലും പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ ഗോകുൽദാസ് ഒരു സാംസ്കാരിക നായകനാണ്. ഇനി NDAക്ക് ആരാണ് സ്ഥാനാർത്ഥി? ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടാണ് C കൃഷ്ണകുമാർ എന്ന BJPയുടെ സംസ്ഥാന നേതാവ് തന്നെ നേരിട്ട് മത്സരിക്കാൻ. അതായത് മാറ്റമില്ല, കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥി. C കൃഷ്ണകുമാർ വ്യക്തിപരമായി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം അവിടുത്തെ മികച്ച സംഘാടകനാണ്, അവിടെ പൊതുസമ്മതനാണ്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ തവണ 2,18,556 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതെ, അതാണ് 21.44% വരും. അത് 2014-നേക്കാൾ 6.44% വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ 2014 മത്സരിച്ചപ്പോൾ 15% BJPയുടെ വോട്ട് വിഹിതമെങ്കിൽ, അതായത് 1,36,587 ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നേരെ 6.44% കൂട്ടാൻ C കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ പേര് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരാളായി C കൃഷ്ണകുമാർ മാറാൻ പോകും. ഈ AKG മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്, നയനാര് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് പാലക്കാട്. അപ്പൊ പാലക്കാടിന് ഒരു വലിയ ഇടതുപക്ഷത്തിന്റെ ചരിത്രമുണ്ട്. 96 മുതൽ 2019 വരെ NN കൃഷ്ണദാസ് അതേ പടക്കുതിര തിരിച്ചു വരികയാണ്. അതെ, NN കൃഷ്ണദാസിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലമാണ്. NN കൃഷ്ണദാസ് ഇപ്പോഴും അവിടെ സജീവമാണ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ. ഗോകുൽദാസ് താരതമ്യേന NN കൃഷ്ണദാസിനെയും MB രാജേഷിനെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയ പോപ്പുലറായ നേതാവല്ലെങ്കിലും ആ പാലക്കാട് ജില്ലയിൽ ഗോകുൽദാസിന്റെ സംഘടനാ പ്രവർത്തനം വളരെ മികച്ചതാണ്. സാംസ്കാരിക രംഗത്തും ഗോകുൽദാസ് മികച്ചു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFനോടൊപ്പം ഉള്ളത്, മണ്ണാർക്കാടും പാലക്കാടും. ഷാഫി പറമ്പിലിന്റെ പാലക്കാട്, ഷംസുദ്ദീന്റെ മണ്ണാർക്കാട്. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, ഈ പേരുകൾ ഉറപ്പിക്കാമോ? VK ശ്രീകണ്ഠൻ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ മറ്റു പേരുകൾ വരുന്നല്ലോ. LDFിൽ നിന്നും ആരാണ്? M സ്വരാജിന്റെ പേര് പലയിടത്തായി കേൾക്കുന്നു. അതിൽ തന്നെ ഒരു കാര്യം പറയാം, ഈ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ചൂട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കുകയാണെങ്കിൽ UDFും BJPയും അവരുടെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 25 വർഷത്തോളം CPM കാത്തു സൂക്ഷിച്ച പാലക്കാട് മണ്ഡലം UDFിന്റെ കയ്യിലേക്ക് എത്തിച്ച VK ശ്രീകണ്ഠൻ MP തന്നെയായിരിക്കും ഇത്തവണയും UDFിന്റെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇനി BJPയുടെ പാളയം നോക്കുകയാണെങ്കിൽ അവിടെ C കൃഷ്ണകുമാർ എന്ന
ഒരു സ്ഥാനാർത്ഥിക്കപ്പുറം BJP മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം 2014 ശോഭാ സുരേന്ദ്രൻ 1,36,000 വോട്ടുകളാണ് നേടിയതെങ്കിൽ 2019 BJPക്ക് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും 80,000 വോട്ടുകൾ അധികം വാങ്ങിക്കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് C. കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ C. കൃഷ്ണകുമാറെ ഇത്തവണയും പാലക്കാട്ടേക്ക് എത്തിച്ച് കൂടുതൽ വോട്ടുകൾ നേടി മണ്ഡലം പിടിക്കാമെന്ന് തന്നെയാണ് BJPയുടെ കണക്കൂട്ടൽ. ഇവർക്കിടയിലേക്ക് വേണം LDFന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു സീനിയർ നേതാവിനെ എത്തിക്കാൻ. അവിടേക്കാണ് M. സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ചർച്ചകൾ പ്രകാരം M. സ്വരാജിനേക്കാൾ ഏറ്റവും കൂടുതൽ LDF പരിഗണിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് A. വിജയരാഘവന്റെയാണ്. ഏറ്റവും ഒടുവിലെ ചർച്ചകൾ പ്രകാരം അവിടെ നിന്നുള്ള തീരുമാനങ്ങൾ പ്രകാരം A. വിജയരാഘവനെ പാലക്കാട്ടേക്ക് എത്തിച്ച് മണ്ഡലം പിടിക്കാമെന്നാണ് ഇപ്പോൾ ഏതായാലും LDF മുന്നണി കണക്ക് കൂട്ടുന്നത്. ഇനി A. വിജയരാഘവനെയും M. സ്വരാജിനെയും മാറ്റി പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവിടെയായിരിക്കും NN കൃഷ്ണദാസിന്റെയും PA ഗോകുൽദാസിന്റെയും പേരുകൾ ഉയരുക. NN കൃഷ്ണദാസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ജനങ്ങളുമായി വലിയ രീതിയിൽ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. CPM രാഷ്ട്രീയപരമായി മാത്രമല്ല സാംസ്കാരികമായും ആൾക്കം അതെ, ഈ കൃഷ്ണദാസ് സാംസ്കാരികമായും മറ്റും പാലക്കാട് ജനങ്ങളുമായി വലിയ രീതിയിലൊരു ബന്ധം വെടിവെപ്പുണ്ടാവുന്ന സമയത്ത് താജിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം അന്നൊരു ഗ്യാസ് സിലിണ്ടറിന്റെ പിന്നിലാണ് ഒളിച്ചിരുന്നത്. വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ അന്ന് ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഞാനിപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്, ചുറ്റുപാടും വെടിയൊച്ചയാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. വളരെ ബോൾഡായ ഒരു നേതാവാണ്. അപ്പൊ നോക്കൂ, 1996 സുജിയ പറഞ്ഞു 2014 വരെ 2014 വരെ LDFന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്ന മണ്ഡലം. NN കൃഷ്ണദാസ് കഴിഞ്ഞ് പിന്നീട് MP രാജേഷ് തുടർച്ചയായിട്ട് 2 തവണ പ്രതിനിധീകരിക്കുന്നുണ്ട്. 1991 മാത്രമാണ് അതിനു തൊട്ട് മുമ്പ് UDFന് വിജയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ ആ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇത്തവണ VK ശ്രീകണ്ഠൻ ആ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ്. നമുക്ക് R. ശ്രീജിത്തിലേക്ക് പോകാം. ഈ 2 മണ്ഡലങ്ങളുടെയും സാധ്യതകൾ വിലയിരുത്തുന്നതിനായി പാലക്കാടും ഒപ്പം ആലത്തൂരും. R. ശ്രീജിത്ത്, പാലക്കാട്, ആലത്തൂര് 2 മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിജയം ആവർത്തിക്കാൻ സിറ്റിംഗ് MPമാർക്ക് കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ആലത്തൂർ വീണ്ടും ചോപ്പിക്കും എന്ന ഒരു ദൃഢനിശ്ചയം പാർട്ടി ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ സാധ്യത ആരെ രംഗത്തിറക്കാനാകും? ശ്രീജിത്ത്. സുജയ, ആലത്തൂർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ കൈവിട്ടതാണ്. ഇത്തവണ LDFനെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് CPMന്റെയും LDFന്റെയും നേതാക്കൾ ഉറച്ച് പങ്കുവെക്കുന്നത്. അതിന് കാരണം ആലത്തൂർ പരമ്പരാഗതമായി തന്നെ CPMനും LDFനും വലിയ തോതിൽ വേരോട്ടുള്ള മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങൾ എടുത്താലും വടക്കാഞ്ചേരിയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുന്നംകുളത്തും ഒപ്പം തന്നെ ചേലക്കരയും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം നൽകാൻ കഴിയുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ AK ബാലൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും ആ പേരുകൾ 2 പേർക്കും മത്സരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ TK വാസുവോ അല്ലെങ്കിൽ മറ്റ് അജയ്കുമാർ അടക്കമുള്ള പേരുകളാണ് സജീവമായി വരുന്നത്. TK വാസു തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം കുന്നംകുളം ഏരിയ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച് കുന്നംകുളം മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. മാത്രമല്ല വളരെ സൗമ്യനായ, വളരെ ലാളിത്യമുള്ള ജനകീയനായ നേതാവാണ്. അപ്പോൾ അത്തരത്തിൽ വാസുവിനെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആലത്തൂർ മണ്ഡലം ആര് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഭൂരിപക്ഷം LDFനും CPMനും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ തവണ അത് കൈവിട്ടു പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ ശബരിമല തരംഗത്തിന് പുറമെ തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് A. വിജയരാഘവൻ ഈ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ ഇകഴ്ത്തുന്ന തരത്തിലൊരു പരാമർശം നടത്തിയത് വലിയ തോതിൽ പ്രചരണ വിഷയമായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ അവിടെ LDFന്റെ വിധി എഴുതിയത്. അങ്ങനെയാണ് രമ്യ ഹരിദാസിന് അതുല്യമായ ഒരു ഭൂരിപക്ഷം അവിടെ ഉണ്ടായത്. ഇത്തവണ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാകും. അതോടുകൂടി വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ NN കൃഷ്ണദാസോ ഗോകുൽദാസോ സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അവിടെ M. സ്വരാജിൻ്റെ പേരാണ്, അല്ലെങ്കിൽ A. വിജയരാഘവൻ നേരത്തെ ഒരിക്കൽ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത്. പിന്നീട് അദ്ദേഹം VS വിജയരാഘവനോട് അവിടെ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷമാണ് NN കൃഷ്ണദാസിൻ്റെ രംഗപ്രവേശം. പാർട്ടിയുടെ ശാക്തിക ചേരിയും മറ്റും വെച്ച് നോക്കുമ്പോൾ NN കൃഷ്ണദാസ് പൊതുവെ അവിടെ ഇപ്പോൾ ഒരു ദുർബലമായ അവസ്ഥയാണ്. കാരണം AK ബാലനൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ളത്. എന്നാൽ മറ്റ് തീരുമാനമെടുക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തെക്കാൾ പരിഗണനയ്ക്ക് വരാൻ സാധ്യത M. സ്വരാജിൻ്റെ പേരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവിടെ വേണു രാജാമണിയെ പോലുള്ള ചില സ്ഥാനാർത്ഥികളുടെ പേരുകളും CPM നേതൃതലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേണു രാജാമണി എന്തുകൊണ്ടാണ് അവിടേക്ക് പരിഗണിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരും അവിടെ പലപ്പോഴായി പറഞ്ഞു കേൾക്കുന്നു. വ്യക്തമാണ്. അപ്പോൾ പാലക്കാടും ആലത്തൂരിലും
ഒരു സസ്പെൻസ് CPM ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ആലത്തൂരെ സസ്പെൻസ്, പാലക്കാട്ടെ സസ്പെൻസ് എന്തായിരിക്കുമെന്ന് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ സ്വരാജ് അതല്ലെങ്കിൽ വിജയരാഘവൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കൃഷ്ണദാസിന്റെയും ഗോകുൽനാഥിന്റെയും പേരിന് പകരം ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾക്കാണ് മുൻതൂക്കമുള്ളത് പാലക്കാട്. വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട CPM യോഗങ്ങൾ നടക്കാനിരിക്കുന്നു. അതിനുശേഷം അപ്പോൾ പാലക്കാട് നമ്മൾ ഭാരതപ്പുഴ കടന്ന് ചാലക്കുടിയിലേക്ക് പോകുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ കണക്കാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ എന്തായിരുന്നു വിധി? ചാലക്കുടി UDF സ്വന്തമായിരുന്നു. 47.81% UDF നേടിയത്. LDF നേടിയത് 34.45%. NDF നേടിയിരിക്കുന്നത് 15.57%. ഈ കണക്കുകൾ നമ്മളോട് തന്നെ പറയുന്നുണ്ട്. ചാലക്കുടി മണ്ഡലം ഇന്നസെന്റ് വിജയിച്ചതിനു ശേഷം പിന്നീട് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന കണക്ക് ചാലക്കുടി നമ്മളോട് പറയുന്നുണ്ട്. ചാലക്കുടിയിൽ ആരാണ്? ബെന്നി ബെഹനാൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി, സംശയമില്ല. എന്നാൽ LDF സ്ഥാനാർത്ഥികൾ, പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി LDF എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അതെ, ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് BD ദേവസിയുടെയും C രവീന്ദ്രനാഥിന്റെയും പേരുകളാണ്. അതെ, LDF സ്ഥാനാർത്ഥി പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. ചാലക്കുടിയിൽ സാധ്യതയുള്ളത് ആർക്കായിരിക്കുമെന്ന് നോക്കൂ. BD ദേവസിയുടെയും രവീന്ദ്രനാഥിന്റെയും പേരുകളാണ് ചാലക്കുടി മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ തവണ ബെന്നി ബെഹനാന് വലിയ രീതിയിലുള്ള വിജയം സമ്മാനിക്കാൻ സാധിച്ച മണ്ഡലമാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ C രവീന്ദ്രനാഥ് കഴിഞ്ഞ തവണ പഴയ മന്ത്രിയാണ്, തൃശ്ശൂരുകാരനാണ്, സൈക്കിളിൽ പോകുന്ന മന്ത്രിയാണ്, വളരെ മികച്ച രീതിയിൽ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ മന്ത്രിസഭ എടുത്തു നോക്കിയാൽ നിശബ്ദനായിരുന്ന ആ വകുപ്പിനെ കൈകാര്യം ചെയ്ത ഏറ്റവും ശ്രദ്ധേയരായ മന്ത്രിമാരിൽ ഒരാളാണ്. നല്ല അക്ഷരസ്ഫുടതയോടെ സംസാരിക്കും. പ്രൊഫസറാണ്. അദ്ദേഹം കോളേജിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് മന്ത്രിയായതിനു ശേഷവും പഠിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹം പ്രസംഗിക്കാറ് പലപ്പോഴും. അപ്പോൾ C രവീന്ദ്രനാഥിനെ കളത്തിലിറക്കി ബെന്നി ബെഹനാനെ നേരിടാനാണ് CPM തീരുമാനമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പുറത്തും ചില തുറപ്പുചീട്ടുകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു തുറപ്പുചീട്ട് ഞാൻ അങ്ങോട്ട് ഇറക്കാം. അത് അനിൽ ആന്റണിയാണ്. രണ്ടാമത്തെ തുറപ്പുചീട്ട് ഇറക്കിക്കോളൂ. AN രാധാകൃഷ്ണൻ. അനിൽ ആന്റണിയും AN രാധാകൃഷ്ണന്റെയും പേരുകളാണ് ചാലക്കുടി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കാണപ്പെടുന്നത്. ബെന്നി ബെഹനാനെ വെട്ടാൻ അനിൽ ആന്റണി വരുമ്പോൾ അതിലൊരു കൗതുകം കൂടിയുണ്ട്. AK ആന്റണിയുടെ പക്ഷത്ത് ആദ്യം നിലയുറപ്പിച്ച് പിന്നീട് ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് കളം മാറിയ ബെന്നി ബെഹനാൻ ഇത്തവണ നേരിടാൻ പോകുന്നത് പഴയ സതീർത്ഥനായിരുന്ന ആന്റണിയുടെ മകനെ ആയിരിക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. പക്ഷേ NDAയുടെ കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം നോക്കിയാൽ 15% വോട്ട് വിഹിതം NDAക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് 2014 അപേക്ഷിച്ച് 5.11% വർധന. പടിപടിയായി വോട്ട് ഉയർത്തുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. അതെ, ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതും AN രാധാകൃഷ്ണൻ തന്നെയാണ്. ഏകദേശം 1,28,000 വോട്ടുകൾ ചാലക്കുടിയിൽ AN രാധാകൃഷ്ണന് സ്വന്തമാക്കാൻ സാധിച്ചു. ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ വിജയിച്ച ഭൂരിപക്ഷം വളരെ വലിയ ഭൂരിപക്ഷമാണ്. അന്ന് ഇന്നസെന്റിനെ പരാജയപ്പെടുത്തുന്നത് 1,32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 13% വോട്ട് വ്യത്യാസമുണ്ടായി. 13% വോട്ട് വ്യത്യാസം. നമ്മോടൊപ്പം അല്ലമീൻ ഉണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ഈ ബെന്നി ബെഹനാൻ ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ഈ കോൺഗ്രസിൽ തന്നെ ഗ്രൂപ്പുകളിൽ ഒരു പ്രത്യേക ചേരിൽ തന്നെ നിൽക്കുന്നു ബെന്നി ബെഹനാൻ എന്നുള്ളതാണ്. ബെന്നി ബെഹനാൻ എന്നുള്ള പേര് നമ്മൾ ഉറപ്പിക്കുമ്പോൾ അപ്പുറത്ത് 1-2 പേരുകളാണ് കേൾക്കുന്നത്. അതിലേത് ഉറപ്പിക്കാം? ഏതിനാണ് കൂടുതൽ സാധ്യത? സ്മൃതി, ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വളക്കൂറുള്ള ഒരു മണ്ണാണ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് പലപ്പോഴും ചാലക്കുടി കാണിച്ചിട്ടുള്ളത്. ചില അപ്രതീക്ഷിത തിരിച്ചടികളിലൂടെ കോൺഗ്രസിന് UDF ചില ഘട്ടങ്ങളിൽ അവിടെ ചില പ്രഹരമേറ്റിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ തവണ 2014 ഇന്നസെന്റ് വിജയിച്ചതുപോലെ അതിന് മുൻപൊരിക്കൽ പത്മജ വേണുഗോപാൽ അവിടെ പരാജയപ്പെട്ടതുപോലെ ചില സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബെന്നി ബെഹനാനെ തന്നെയാണ് ഇപ്പോഴും നേതൃത്വം മനസ്സിൽ കാണുന്നത്. ബെന്നിക്ക് പക്ഷേ അവിടെ നിന്ന് മാറിയാൽ കൊള്ളാം, അടുത്ത നിയമസഭയിൽ മത്സരിച്ചൊന്ന് മന്ത്രിസ്ഥാനത്തേക്കൊക്കെ മാറണമെന്ന് അദ്ദേഹത്തിനും ഒപ്പം നിൽക്കുന്നവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പാർട്ടി പച്ചക്കൊടി കാണിച്ചിട്ടില്ല. മണ്ഡലം ഒരു പ്രശ്നവുമില്ലാതെ അവിടെ അടിയുറച്ച് നിർത്തുന്നതിന് ബെന്നിയെ തന്നെ കളത്തിലിറക്കണം എന്നുള്ളതാണ് നേതൃതലത്തിലെ ഇപ്പോഴത്തെ ആലോചന. ബെന്നിക്ക് അപ്പുറത്തേക്ക് ഒരു പേരുകളിലേക്ക് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടില്ല. അങ്ങനെ ബെന്നിയെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന് അത്രമേൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം, അവിടെ
ഒരു അപ്രതീക്ഷിത തിരിച്ചടി കൊടുക്കണമെങ്കിൽ ആരെ രംഗത്തിറക്കണം എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച 2 പേരുകൾ, BD ദേവസി അവിടുത്തെ മുൻ MLA ആണ്, പ്രദേശവുമായി ആ മണ്ഡലവുമായൊക്കെ നല്ല രീതിയിൽ സ്വാധീനമുള്ള ഇടപഴകുന്ന ഒരു നേതാവ് കൂടിയാണ്. അതോടൊപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള C. രവീന്ദ്രനാഥ്, ഒരു ലളിത ജീവിതം നയിക്കുന്ന ആളുകളുമായി അത്രമേൽ സഹവർത്തിത്വം പുലർത്തുന്ന ഒരു നേതാവ്. അവരെയൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. പക്ഷേ അവരെ ഇറക്കിക്കഴിഞ്ഞാൽ ബെന്നിയെ പോലെ ഒരാളെ അടിച്ചു വീഴ്ത്താനും ചാലക്കുടി പോലെ കോൺഗ്രസിന് അത്രമേൽ വളക്കൂറുള്ള മണ്ണിൽ തിരിച്ചുപിടിക്കാനും സാധിക്കുമോ എന്നൊരു ആശങ്ക നേതൃത്വത്തിനുമുണ്ട്. 2014 ഇന്നസെന്റ് അവിടെ വിജയിക്കുന്നത് തന്നെ അവസാന മണിക്കൂറുകളിലാണ് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതും. ഒരു താര പരിവേഷത്തോടുകൂടി ഇന്നസെന്റ് അവിടെ ലാൻഡ് ചെയ്യുന്നു, മണ്ഡലം പിടിച്ചെടുക്കുന്നു. ആ തരത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അറ്റാക്കിങ്ങോ നടത്തിക്കൊണ്ടൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും ഇടത് ക്യാമ്പിൽ ഉണ്ട് എന്നുള്ള ചില സംസാരങ്ങളുണ്ട്. പറഞ്ഞു കേൾക്കുന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഇറക്കാനുള്ള ഒരു സെലിബ്രിറ്റി സാധ്യതയെക്കുറിച്ച് ചില ഇടത് വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ വൃത്തങ്ങളിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ശരിയാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ മഞ്ജു വാര്യർ? ഞാൻ അതാണ് സൂചിപ്പിച്ചത്. മഞ്ജു വാര്യർ പേരന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി കേന്ദ്രങ്ങളോ മഞ്ജു വാര്യർ ഒന്നും തന്നെ അത് സ്ഥിരീകരിക്കുന്നില്ല. അതൊരു പക്ഷേ ഇന്നസെന്റിനെ രംഗത്തിറക്കിയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു അത്രമേൽ സ്വാധീനമുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റിയെ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിച്ചാൽ എന്ത്? 2014 ഇന്നസെന്റിലൂടെ നടത്തിയൊരു പരീക്ഷണം അതിപ്പോൾ ആവർത്തിച്ചാൽ എന്ത് എന്നൊരു ചിന്ത അത് ഇടത് കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരു പക്ഷേ അത്തരം ചർച്ചകളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മഞ്ജുവാര്യരുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ടാകാം. C. രവീന്ദ്രനാഥ് സൈക്കിളിലെത്തുമോ, ബെന്നി ബെഹനാൻ പുതിയ ഗ്രൂപ്പിന്റെ ഭാഗമായി എത്തുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ആരായിരിക്കും പാർലമെന്റിലേക്ക് പോവുക? എന്തായാലും അവിടെ BJP പിടിക്കുന്ന വോട്ട് നിർണായകമാണ് ഇത്തവണ. 15% വോട്ടുകളുണ്ട്. ഒരു കൗതുകകരമായ കാര്യം, ഇന്നസെന്റ് കഴിഞ്ഞ തവണ, അതായത് ആദ്യം വിജയിക്കുമ്പോൾ 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയാണ് PC ചാക്കോയിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. പക്ഷെ പിന്നീട് വരുമ്പോഴേക്കും 1,30,000 വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ അതേ ഇന്നസെന്റിനെ പരാജയപ്പെടുത്തുന്നത് കാണുന്നു. അപ്പോൾ അടിസ്ഥാനമായ മണ്ഡലത്തിന് കോൺഗ്രസ് സ്വഭാവമുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ. അത് ഒന്നാം ലോക്സഭയിൽ ഇതിന്റെ പേര്, ഈ മണ്ഡലത്തിന്റെ പേര് ക്രാങ്കന്നൂർ എന്നായിരുന്നു. പിന്നീട് മുകുന്ദപുരമായി, അത് കഴിഞ്ഞ് ചാലക്കുടിയായി മാറുന്നു. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് സ്വഭാവം മണ്ഡലം ഇത്തവണ കൈവിടുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. നമുക്കിനി ചാലക്കുടിയിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മളുടെ കൊച്ചി നഗരത്തിലെ എറണാകുളം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലമാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലം വിധി എഴുതിയത് എങ്ങനെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2019 എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എറണാകുളം മണ്ഡലത്തിലെ വിജയിച്ച സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡൻ 50.79% വോട്ടുകളാണ് നേടിയത്. എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയിലധികവും ഹൈബി ഈഡൻ നേടിയിരുന്നു എന്നതാണ്. നിയമസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് വന്നതാണ് ഈഡന്റെ പാരമ്പര്യം, ജോർജ് ഈഡന്റെ പാരമ്പര്യം പിന്തുടർന്നു. 5 ലക്ഷത്തിന് തൊട്ടടുത്തെത്തി. 4,96,260 സ്ഥാനാർത്ഥിക്ക് 33%, 17% ആണ് ഡിഫറൻസ്. NDAക്ക് ലഭിച്ചിരിക്കുന്നത് 14.24% എറണാകുളം മണ്ഡലത്തിൽ. അപ്പോൾ എറണാകുളം മണ്ഡലത്തിന്റെ ഇത്തവണത്തെ സാധ്യത എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. തീർച്ചയായും ഹൈബീഡിന്റെ പേര് തന്നെയാണ് എറണാകുളം മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. പാർലമെന്റിലും സജീവമാണ്. പലതവണ നടപടി നേരിട്ട് പുറത്ത് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രതികരിക്കുന്നു. അതെ, അവിടെ ഉറച്ച ശബ്ദമായി നിൽക്കുന്നു. ഈ ഹൈബീഡൻ പരാജയപ്പെടുത്തിയത് P. രാജീവിനെയാണ് കഴിഞ്ഞ തവണ. P. രാജീവ് CPM-ന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് കെ വി തോമസ് പക്ഷേ അന്ന് അപ്പുറത്തില്ല, അല്ലേ? കെ.വി. തോമസ് അപ്പുറത്താണ്, ഇപ്പുറത്തെത്തിയിട്ടില്ല. കെ.വി. തോമസ് ഇപ്പോൾ എത്തിയതിനു ശേഷമുള്ള ഹൈബി ഈഡൻ എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വോട്ടുകളെ മാനേജ് ചെയ്യാൻ ഒരു മാനേജറാണല്ലോ കെ.വി. തോമസ്. അപ്പോൾ കെ.വി. തോമസ് ഫാക്ടർ എങ്ങനെയായിരിക്കും എറണാകുളത്ത് പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരൊക്കെയായിരിക്കും ഇത്തവണ ഇറക്കുക? UDF-ൽ നിന്ന് ഹൈബി ഈഡൻ തന്നെയാണ്. LDF-ന്റെ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ളത് ആരുടെ പേരുകളാണ് നോക്കൂ. അതിലൊന്ന് M. അനിൽകുമാർ, അടുത്തത് യേശുദാസ് പറപ്പിള്ളി, മറ്റൊന്ന് രേഖ തോമസ്. ഈ 3 പേരുടെ പേരുകളാണ് കേൾക്കുന്നത്. ഇവരാരൊക്കെയാണ്? ഇവരുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്? ഇവരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? M. അനിൽകുമാറിനെ നമുക്കറിയാം, കോർപ്പറേഷന്റെ മേയറാണ്. അപ്പോൾ കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ വളരെ സൗമ്യനായി സംസാരിച്ചു. പക്ഷേ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഈ മേയർക്ക്. ബ്രഹ്മപുരം അടക്കമുള്ള വിഷയങ്ങളിൽ അനിൽകുമാറിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന നേതാവാണ്. NDAയുടെ സ്ഥാനാർത്ഥി സാധ്യത വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അതേ പേരുകളാണ്. അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. NDAയിൽ നിന്ന് ഇനി മറ്റൊരു പേരുണ്ട്, CG രാജഗോപാൽ. അങ്ങനെ 3 സ്ഥാനാർത്ഥികളുടെയും 3 നേതാക്കളുടെ പേരുകളാണ് NDA പട്ടികയിൽ പ്രതിഫലിക്കുന്നത്. ഇതിൽ
അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, വെരി ഗുഡ് ഈവനിങ്. ഇതിൽ എം അനിൽകുമാർ ഒഴിച്ച് ബാക്കി രണ്ടു നേതാക്കളും യേശുദാസ് പറപ്പള്ളിയും രേഖാ തോമസും താരതമ്യേന പുതുമുഖങ്ങളാണ്. അവർ ലോക്സഭയിലോ നിയമസഭയിലോ ആ രീതിയിൽ വലിയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ കെ വി തോമസ് ഫാക്ടർ എങ്ങനെയായിരിക്കും എറണാകുളത്ത് പ്രവർത്തിക്കുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമോ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? അരുൺകുമാർ, വെരി ഗുഡ് ഈവനിങ്. അതായത് ഈ എറണാകുളം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം. അത് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും മുന്നണികൾ ശ്രമിക്കുക. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഇത്തവണ LDF-ന് മുമ്പിലുള്ള ഏറ്റവും ഉയർന്നു കേൾക്കേണ്ട ഒരു പേര് അത് കെ വി തോമസിന്റേതാണ്. പക്ഷേ കെ വി തോമസ് മത്സരിക്കാനില്ല എന്ന് ഏതാണ്ട് നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെ വി തോമസിന്റെ മകളായ രേഖാ തോമസിനെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന് യേശുദാസ് പറപ്പള്ളിയാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഇരുവരും ലത്തീൻ സഭയിൽ കൂടുതൽ സ്വാധീനമുണ്ട്. അവിടെ നിന്നുള്ള വോട്ടുകൾ ഇതിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്ന് LDF കണക്കുകൂട്ടുന്നുണ്ട്. ഇതല്ല എങ്കിൽ മറ്റൊരു പേര് മേയർ എം അനിൽകുമാറിന്റേതാണ്. നേരത്തെ 2019-ലും ഈ ക്രൈസ്തവ സഭയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ CPM പരീക്ഷിച്ചിരുന്നു. സമാനമായ രീതിയിൽ ഇത്തവണ അത്തരമൊരു പരീക്ഷണത്തിലേക്ക് CPM കടക്കുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. എന്തായാലും ഈ ക്രൈസ്തവ സഭയ്ക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖല, അതിനോടൊപ്പം ലത്തീൻ സഭയ്ക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖല, അത്തരത്തിൽ വോട്ട് സമാഹരിക്കുക തന്നെയാണ് LDF-ന്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ എറണാകുളം മണ്ഡലത്തിൽ CPM-ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നേതാക്കളോടക്കം സംസാരിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അവസാന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഒരു പേര് വരുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശരി അർജുൻ, ഇപ്പോൾ ശ്രീത്തിലേക്ക് പോവുകയാണ്. രണ്ട് മണ്ഡലങ്ങളുടെയും സാഹചര്യം ഒന്ന് വിലയിരുത്താൻ. ശ്രീത്ത്, ഇപ്പോൾ എറണാകുളവും ചാലക്കുടിയും പൊതുവെ UDF മണ്ഡലങ്ങളാണ്. ഇവിടെ ഒരു ചിത്രം മാറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? LDF-നെ സംബന്ധിച്ച് എന്താണ് ആത്മവിശ്വാസം? സ്മൃതി, ചാലക്കുടി നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത പോലെ തന്നെ UDF-ന് വലിയ തോതിൽ മേൽക്കൈയുള്ള മണ്ഡലമാണ്. മുകുന്ദപുരമായിരിക്കുമ്പോഴും അത്തരത്തിൽ UDF-ന് മേൽക്കൈ നൽകിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുക എന്നതാണ് LDF-ഉം CPM-ഉം കാണുന്നത്. CPM-ന്റെ സീറ്റാണ്. അവിടത്തേക്കുള്ള വിവിധ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നുണ്ട്. ഈ യാക്കോബായ പശ്ചാത്തലമുള്ള ആളുകളെ അടക്കം പരിഗണനയിലുണ്ട് എന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കാരണം ബെന്നി ബെഹനാനും ഈ യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ യാക്കോബായ വിഭാഗം LDF-ന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ്. ഇപ്പോൾ പാത്രിയർക്കീസ് ബാവയൊക്കെ കേരളത്തിൽ വന്നു പോകുമ്പോൾ അവിടെ നടന്ന പ്രസംഗത്തിൽ ഈ പാത്രിയർക്കീസ് വിഭാഗത്തിന് അനുകൂലമായി സംസ്ഥാനത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങളെയൊക്കെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ LDF-ന് അനുകൂലമായി വരുന്ന വിഭാഗമാണത്. അപ്പോൾ അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാവുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് അവിടെ സാധ്യതയുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ നേരത്തെ ജയിക്കിൻ്റെ അടക്കം പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ C രവീന്ദ്രനാഥിൻ്റെ അടക്കം പേരുകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി മറ്റ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയും തേടുന്നുണ്ട് എന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് ഇതുവരെയും പറ്റിയൊരു സ്ഥാനാർത്ഥിയെ CPM-ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ കഴിയിട്ടില്ല എന്നാണ് വാസ്തവം. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പിൽ CPIM-ന് അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി P രാജീവിനെ അവിടെ മത്സരിപ്പിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ശബരിമല തരംഗം കൂടി വന്നപ്പോൾ വലിയ വോട്ടിനാണ് രാജീവ് അവിടെ പരാജയപ്പെട്ടത്. വോട്ട് വ്യത്യാസം തന്നെ ഏതാണ്ട് 17% അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തു. ഇത്തവണ ആരെ മത്സരിപ്പിക്കും? കെ വി തോമസിന്റെ മകൾ രേഖാ തോമസിന്റെ അടക്കം പേരുകൾ ഉണ്ട്. എന്നാൽ രേഖാ തോമസ് ഒക്കെ വന്നാൽ പാർട്ടി അണികളിൽ നിന്നുള്ള വോട്ടുകൾ, അനുഭാവി ബന്ധങ്ങളിലുള്ള വോട്ടുകൾ ചോരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കീഴ്ഘടകങ്ങളും മറ്റും നേതാക്കൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും എറണാകുളത്ത് ഒരു പരീക്ഷണം നടത്താൻ തന്നെയാണ് ഒരുങ്ങുന്നത്. നേരത്തെ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ മുൻ IAS ഉദ്യോഗസ്ഥൻ അടുത്തിടെ മരിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസ് എറണാകുളത്ത് മത്സരിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് സിന്ധു ജോയ് മത്സരിച്ചപ്പോൾ വലിയ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ കഴിയുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. യുവാക്കൾക്ക് മത്സരിച്ച സ്ഥലത്ത് അന്ന് MP രാജേഷും ആദ്യമായി മത്സരിക്കുന്ന സമയമാണ്. യുവാക്കൾ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഒരു മാധ്യമ പിന്തുണയും ഒപ്പം തന്നെ ഒരു പൊതു ഹൈപ്പും കിട്ടിയെന്ന് അന്ന് പിണറായി വാർത്താ സമ്മേളനത്തിലും മറ്റും നിരീക്ഷിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എറണാകുളത്തൊരു രാഷ്ട്രീയ പരീക്ഷണമാണ് CPM ആലോചിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ആരൊക്കെ ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന്റെയും UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളായി വരും എന്ന് പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ ഈ സ്പെഷ്യൽ ഇലക്ഷൻ ഈവനിംഗ് ഷോയിൽ. ഒരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിഞ്ഞു വന്നാൽ 3 മണ്ഡലങ്ങൾ ബാക്കിയാണ്. വളരെ പ്രധാനപ്പെട്ട സസ്പെൻസ് ഒട്ടേറെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. അതിലൊന്ന് കോട്ടയമാണ്. കോട്ടയത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയിൽ തീരുമാനമായിട്ടില്ല. LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം കോട്ടയവും ഇടുക്കിയിലും ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ ഇലക്ഷൻ സ്പെഷ്യൽ ഈവനിംഗ് ഷോ. കേരളത്തിൽ ആരൊക്കെ, വിവിധ മുന്നണികളിൽ നിന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കളത്തിലിറങ്ങുന്നവർ ആരൊക്കെയെന്ന് പരിശോധിക്കുകയാണ് ഈ സ്പെഷ്യൽ ഈവനിംഗ് ഷോ ഇലക്ഷൻ സ്പെഷ്യൽ. കേരളത്തിൽ ആരൊക്കെ? നമ്മളിനി പോകുന്നത് റബ്ബർ പോലെ വലിഞ്ഞാൽ വലിയുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോട്ടയത്തേക്ക്, അല്ലേ? കോട്ടയത്തേക്ക്, അക്ഷരനഗരിയിലേക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിനെത്തുന്ന പടക്കുതിരകൾ ആരൊക്കെയാണ്? അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ തവണത്തെ ഫലമൊന്ന് പരിശോധിച്ചിട്ട് വരാം. കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ എങ്ങനെയാണ് വിജയിച്ചു പോയത് എന്ന് നോക്കൂ. വലിയ കണക്കുകളുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ അന്ന് UDFന്റെ പക്ഷത്തായിരുന്ന തോമസ് ചാഴികാടൻ VN വാസവനെ, LDFന്റെ സ്ഥാനത്തുള്ള വാസവനെ പരാജയപ്പെടുത്തുന്നത് 1,00,000-ലേറെ വോട്ടുകൾക്കാണ്. 46.25% കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ തോമസ് ചാഴികാടൻ നേടുന്നത്. LDF സ്ഥാനാർത്ഥിയെ VN വാസവൻ നേടുന്നതാവട്ടെ 34.58%. ഏകദേശം 12% വ്യത്യാസമുണ്ട്. കേരള കോൺഗ്രസ് നേടുന്നത് 17% അവിടെ NDAയുടെ ഭാഗത്ത് നിന്നുകൊണ്ട്. നോക്കൂ, ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ഡീറ്റെയിൽസിലേക്ക് വന്നാൽ ഇത്തവണയുണ്ടായ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ UDF സ്ഥാനത്തുണ്ടായിരുന്ന തോമസ് ചാഴികാടൻ ഇത്തവണ LDFിലേക്ക് എത്തുന്നു എന്നതാണ്. അപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ഇനി തോമസ് ചാഴികാടൻ എത്തുക. അപ്പോൾ UDFന് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. നിലവിൽ UDFന്റെ സീറ്റ് വിഭജനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ജോസഫിനാണ്. അപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം. കേരള കോൺഗ്രസ് ജോസഫ് വേഴ്സസ് കേരള കോൺഗ്രസ് മാണി, അല്ലേ? LDFൽ തോമസ് ചാഴികാടൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞതാണ്. പക്ഷേ UDFൽ അങ്ങനെയല്ല. UDFൽ ഒരു സീറ്റ്, ഒന്നിലധികം അവകാശികൾ. ഫ്രാൻസിസ് ജോർജിലേക്ക് ചുരുങ്ങാനുള്ള ഒരു സാധ്യത തെളിയുമ്പോഴും ഉറപ്പിക്കാറായോ? നമുക്ക് ജോസഫിന്റെ മകന്റെ പേര് ഇടയ്ക്ക് കേട്ടിരുന്നു, അബു ജോസഫിന്റെ പേര് കേട്ടിരുന്നു. പക്ഷേ അബു തൊടുപുഴയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ, അങ്ങനെ അത് ഒത്തുതീർന്നെന്നും ഫ്രാൻസിസ് ജോർജ് നമ്മുടെ KM മാണിയുടെ മരുമകന്റെ പേര് പറയുന്നത് കേൾക്കുന്നു. ജോസഫ് വിഭാഗത്തിൽ മത്സരിക്കാൻ സാധ്യത ബോൺസ് ജോസഫിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ബോൺസ് ജോസഫിനേക്കാൾ ഫ്രാൻസിസ് ജോർജിന് വലിയ രീതിയിലുള്ള പിന്തുണ കേരള കോൺഗ്രസ് ജോസഫിലെ ഒരു വിഭാഗത്തിലുണ്ട്. കാരണം ഈ ജോസഫിന് താല്പര്യം ബോൺസ് ജോസഫിനെയാണെങ്കിലും ജോസഫിന്റെ പാർട്ടിയിൽപ്പെട്ട പലരും ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDFിലേക്ക് വന്നാൽ തോമസ് ചാഴികാടനാണ്, NDയിലേക്ക് വന്നാൽ അത് BDJSന്റെ സീറ്റാണ്. അതെ, BDJSൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നുള്ളതാണ് ഏറെക്കുറെ ഇപ്പോൾ ധാരണയായിരിക്കും. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കി അല്ലെങ്കിൽ കോട്ടയം എന്നീ രണ്ടിടത്തും കേൾക്കുന്നുണ്ട്. തനിക്ക് കോട്ടയം താല്പര്യമില്ല എന്ന് തുഷാർ പറഞ്ഞതായും കേൾക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയാണ് താല്പര്യം അദ്ദേഹത്തിന്. ഇടുക്കിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ഇടുക്കി ഗോൾഡ് ആയി മാറാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് തോട്ടങ്കൽ. പ്രശാന്ത്, കോട്ടയത്ത് ഇത്തവണ സാധ്യതകൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ UDF ക്യാമ്പിൽ നിന്നുകൊണ്ട് നേടിയ 4,01,046 46.25% വോട്ടുകൾ നേടുമ്പോൾ തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 5%-ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അവിടെ UDFന്. ഇക്കുറി 2020 പാളയം മാറുന്നു, ഇക്കുറി LDFൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ വോട്ട് ഷിഫ്റ്റ് അത് ഏത് തരത്തിലായിരിക്കും? കാരണം പുതുപ്പള്ളിയിലൊക്കെ കേരള കോൺഗ്രസിന് M-ന്റെ വോട്ട് അതേപടി LDFന് വീണില്ല എന്നുള്ളത് ജെയ്ക്കിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരും? തോമസ് ചാഴികാടനെ നേരിടാൻ ആരെയായിരിക്കും കളത്തിലിറക്കും? സുജയ, മീനച്ചിലാർ പോലെയാണ് ഇപ്പോൾ കോട്ടയത്തിന്റെ രാഷ്ട്രീയം എന്ന് വേണം പറയാൻ. ഇളകി മറിയുകയാണ്. പ്രത്യേകിച്ച് ഈ 1952 രൂപപ്പെട്ട കോട്ടയം മണ്ഡലം 12 തവണ UDFനെ ഭരിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളായെത്തിയവരെ യുവാക്കളെയും സ്വീകരിച്ചിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പുമെല്ലാം ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. പിന്നീട് 2009 ഈ മണ്ഡലത്തിന്റെ സ്വഭാവം മാറുന്നു. ആ സ്വഭാവം മാറുമ്പോൾ ചങ്ങനാശ്ശേരി മാവേലിക്കരയിലേക്ക് പോകുന്നു, പിറവവും പാലയും കോട്ടയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. പിന്നീടാണ് 2014 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി 1.25 ലക്ഷത്തിലധികം വോട്ടിൽ ജയിക്കുന്നത്. പിന്നീട് 2019 വരുമ്പോഴാണ് ചാഴികാടൻ 1,06,000 വോട്ടുകൾക്ക് ജയിക്കുന്നത്. എന്തായാലും ജോസ് പക്ഷം ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ UDFന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെട്ടിരുന്ന കോട്ടയത്തിന്റെ രാഷ്ട്രീയ സ്ഥിതികൾ മാറി മറിയുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുപക്ഷത്തോട് ചായുന്ന ചില സ്വഭാവങ്ങൾ കൂടി കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പ്രളയകാലത്ത് കലങ്ങി ഒഴുകിയ മീനച്ചിലാറിന്റെ അടിത്തട്ട് പോലെയാണ് ഇന്ന് കോട്ടയത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും
ഇവിടെ ഇടതു സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടൻ രംഗപ്രവേശം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇടത് ക്യാമ്പിൽ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചാഴിക്കാടൻ വലിയ തരത്തിൽ MP ഫണ്ട് ചെലവഴിച്ചുകൊണ്ടും മണ്ഡലത്തിൽ വികസനം സാധ്യമാക്കിയെന്നടക്കമുള്ള പ്രചരണമാണ് LDF ക്യാമ്പുകൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ച് തങ്ങളുടെ പക്കൽ നിന്ന് വോട്ടുകൾ വാങ്ങുകയും പിന്നീട് മറുപക്ഷത്തേക്ക് പോവുകയും ചെയ്ത ചാഴിക്കാടനെ പ്രധാനപ്പെട്ട നിർണായക വോട്ട് ബാങ്കാണ് 10 രൂപയെ താങ്ങുവില കൂട്ടിയിട്ടുള്ളൂ, മറക്കരുത്. ആ 10 രൂപ കൂട്ടിയതിനെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും തോമസ് ചാഴികാടനും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കർഷകർ സ്വാഗതം ചെയ്യുമോ? കർഷകർ സ്വാഗതം ചെയ്യുമോ? അങ്ങനെ സ്വാഗതം ചെയ്തതിന്റെ ഗുണമാർക്ക് കിട്ടുമെന്നതാണ്. 3 തവണയാണ് രമേശ് ചെന്നിത്തല കോട്ടയത്തെ പ്രതിനിധീകരിച്ചത്. അത്രയും തന്നെ തവണ സുരേഷ് കുറുപ്പും പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല പിന്നീട് കോൺഗ്രസിലേക്ക് വളർന്നു പോകുന്നതും കോട്ടയത്ത് നിന്നാണ്. കോട്ടയമാണ് താരാട്ടുപാടി രമേശ് ചെന്നിത്തലയെ വളർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ കോട്ടയത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ ഇത്തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നു. നേരിടാനായി മറ്റൊരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തുന്നു എന്നതാണ് പ്രത്യേകത. ഇനി നമ്മൾ പോകുന്നത് കനൽ ജ്വലിക്കുന്ന മണ്ഡലം, അതെ, കിഴക്കിന്റെ വിനീസിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൽ നിന്ന് ആര് സംശയം ഇപ്പോഴും കനൽ ഒരു തരി മതി എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ടാഗ്ലൈൻ. ആളിക്കത്താൻ പോകുന്നത് ആ തരിയിൽ നിന്നാണോ എന്നുള്ള. പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതൽ കനലുകളുടെ പേരുകൾ അവിടെ കേൾക്കുന്നു. അതെ, അങ്ങനെ കനൽ കൂട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കനൽ കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ആലപ്പുഴ മണ്ഡലത്തിലേക്ക് എത്തിയാൽ ആലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനും ആരിഫും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ LDF-ന്റെയും UDF-ന്റെയും വോട്ട് ശതമാനത്തിൽ നേരിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് കാണാം. 40.96% LDF-ന് കഴിഞ്ഞ തവണ ആരിഫ് MP-ക്ക് ലഭിച്ചതെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ ലഭിച്ചത് 40%. NDAക്ക് അവിടെ നിർണായകമായ വോട്ടുണ്ടായിരുന്നു. അവിടെ KS രാധാകൃഷ്ണൻ അല്ലേ 17.2% ആലപ്പുഴയിൽ വോട്ട് നേടിയത്. അതായത് 10,000 വോട്ടിൻ്റെ താഴെ മാത്രമാണ്, 10,000 വോട്ടിനോട് അടുപ്പിച്ച് മാത്രമാണ് ആരിഫിന് വ്യത്യാസം ഉണ്ടായിരുന്നത്. KC വേണുഗോപാൽ വിജയിച്ചു വന്ന മണ്ഡലമാണ്. അതാണ് ആരിഫ് സ്വന്തമാക്കിയത്. ഷാനിമോൾ ഉസ്മാൻ തന്നെ പാർട്ടി തന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ ഇടമാണ്. കാരണം ഒരു വനിതയായതുകൊണ്ട് തോൽപ്പിച്ചു എന്നുള്ളതാണ്. വളരെ വലിയ മുസ്ലിം സാന്നിധ്യമുള്ള മണ്ഡലം, അതിൽ തന്നെ സമസ്തയ്ക്ക് വളരെ നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം. അതുകൊണ്ട് തന്നെ സ്ത്രീ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കളത്തിലിറക്കുമ്പോൾ എപ്പോഴും ആലപ്പുഴ ഭയക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആ അർത്ഥത്തിൽ. ഏതായാലും ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി ആരിഫ് വിജയിച്ചു കയറിയത് 10,000 വോട്ടുകളുടെ വ്യത്യാസം. നിലപാടുള്ള 0.96% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ UDF-ന് അത് പക്ഷേ ഒരു ഗൗരവമേറിയ കാര്യം, മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ തരംഗമാഞ്ഞിടിക്കുമ്പോൾ 19,000 വോട്ടുകൾക്ക് KC വേണുഗോപാൽ അന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ ചന്ദ്രബാബുവിനെയാണ് തോന്നുന്നു പരാജയപ്പെടുത്തുമ്പോൾ വലിയ രീതിയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കേണ്ടിയിരുന്ന മണ്ഡലമായിരുന്നു ആലപ്പുഴ. നമ്മളിത് പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഒരു വനിതയായതുകൊണ്ട് തോറ്റു, ആ വനിതയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന ധ്വനി വരാം. അതെ, അവിടെ സമസ്തയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, സമസ്ത ഇപ്പൊ കോഴിക്കോട് സൗത്ത് നോക്കൂ, അവിടെയും പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്നത് കാണുമ്പോഴാണ് സമസ്തയുടെ സാന്നിധ്യം സ്ത്രീ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുന്നു, സ്ത്രീ സ്ഥാനാർത്ഥി എങ്ങനെ ബാധിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന പേരുകൾ KC വേണുഗോപാൽ, ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാന്റെ പേര് ഇപ്പോഴും കേൾക്കുന്നു. ഇനിയുണ്ട് MM ഹസനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അല്ലേ. അപ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയാണ് അടുത്ത ജംബോ പട്ടിക നമ്മൾ UDF-നെ കാണുന്നത്. അതെ, ഒരുപാട് ആളുകൾ കുറവല്ല, അപ്പുറത്തും കുറവല്ല ഉണ്ട് അല്ലേ. നീണ്ട നിരയാണ്. ജംബോ തോമസ് ഐസക്കിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. ആരിഫുണ്ട്. ഒപ്പം CS സുജാതയുടെ പേര് കേൾക്കുന്നു. അതായത് തോമസ് ഐസക്കും ആരിഫും മത്സരിക്കുന്നില്ലെങ്കിൽ CS സുജാതയുടെ പേരാണ് കേൾക്കുന്നത്. അതല്ലെങ്കിൽ കഴിഞ്ഞ തവണ KC വേണുഗോപാലിനോട് പരാജയപ്പെട്ട CB ചന്ദ്രബാബു ഉണ്ട്. R നാസറിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രാഥമികമായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് നമ്മൾ ഇന്നലെയും ആരിഫിനോട് സംസാരിക്കുമ്പോൾ ആരിഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിൽ. അതിനിടയിൽ സജി ചെറിയാൻ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു, G സുധാകരൻ. സാധ്യതയുണ്ട്. ഈ പട്ടികയിൽ ഇല്ലാതെ പോയൊരു പേരാണ് G സുധാകരൻ. പക്ഷേ അത് തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഇനി NDAയുടെ സാധ്യതകൾ ആരൊക്കെയാണെന്ന് നോക്കൂ സുജയ. ഡോക്ടർ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ 2019 1,87,729 വോട്ട് പിടിച്ചതാണ്. അതായത് 17.24% എന്ന ഒരു ഡെപ്പോസിറ്റ് അവിടെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയായതുകൊണ്ട് തുടരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റു പേരുകൾ കൂടി അവിടെ പരിഗണിക്കുന്നു. MV ഗോപകുമാർ, അഡ്വക്കേറ്റ് ലിഷ എന്നിവരുടെ പേരുകളും. ഷാനിമോൾ ഉസ്മാൻ വരികയാണെങ്കിൽ വനിതാ സ്ഥാനാർത്ഥി ഇറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആലപ്പുഴ മണ്ഡലം AV താമരാക്ഷൻ മത്സരിച്ചപ്പോൾ 43,000 വോട്ടാണ് അന്ന് നേടുന്നത്. അന്ന് UDF-ഉം LDF-ഉം അല്ലാതിരിക്കുമ്പോൾ. പക്ഷേ KS രാധാകൃഷ്ണൻ വരുമ്പോൾ 17%, 1,87,000 അല്ലേ.
1,87,000 നിർണായകമായ വോട്ടാണ്. അതെ, KC വേണുഗോപാൽ പാതി അർത്ഥസമ്മതം, അത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പക്ഷേ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവിടെ ഒഴിവ് വരും. അവിടെ ഇനിയും സമയം കിടക്കുകയാണ്. അതെ, മാത്രമല്ല 2026 വരെ സമയമുണ്ട്. 20 സമയമുണ്ട്. രാജസ്ഥാനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ഒഴിഞ്ഞാൽ പണിയാണ്. അതെ, അതും ഒരു വളരെ അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ലെവിൻ കെ വിജയൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രമനുസരിച്ച് UDF-ന്റേത് ചിത്രമായിട്ടില്ല. ആലപ്പുഴയിൽ LDF-ന്റേത് ആരിഫ് MP-യുടെ പേരിലേക്ക് തന്നെ ഏറ്റവും ഒടുവിൽ എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥി സാധ്യതകൾ ഒരു വലിയ സസ്പെൻസായി തുടരുകയാണോ ഈ ഘട്ടത്തിലും? അരുൺ, തീർച്ചയായും വിപ്ലവഭൂമിയായ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുകൊണ്ട് UDF-ലും LDF-ലും അന്തിമ തീരുമാനങ്ങളിലേക്ക് ഇതുവരെ എത്താൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്തത്. അതേ നിലയിൽ തന്നെയാണ് ജില്ലയിലെ സാഹചര്യങ്ങൾ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം UDF-ലെ സ്ഥാനാർത്ഥി നിർണയം കണ്ണൂരും ആലപ്പുഴയും തമ്മിലുള്ള ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സമുദായ പ്രാതിനിധ്യമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മടങ്ങിവരവ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ വളരെ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം KC വേണുഗോപാലിലൂടെ മണ്ഡലം തിരികെ പിടിക്കാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവുമായ രമേശ് ചെന്നിത്തല തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KCയുടെ പേര് മുൻ തെരഞ്ഞെടുപ്പ് നടന്ന ഇതിനു മുൻപ് നടന്ന പൊതുയോഗങ്ങളിൽ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. KC ഈ ആലപ്പുഴയിലേക്ക് തിരികെ വരണമെന്നുള്ള ആഗ്രഹം രമേശ് ചെന്നിത്തല തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ ഉടനീളം UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മടങ്ങിയെത്തണമെന്ന് അവർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു. ആ കാര്യത്തിൽ നമുക്കറിയാം, സാഹചര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ചതാണ്. വേണുഗോപാൽ മടങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതകളും പ്രശ്നങ്ങളും KC കമോൺ എന്ന് വിളിക്കുന്നു. KC കമോൺ എന്ന് ആലപ്പുഴ വിളിക്കുന്നു. KC വരുമോ എന്നുള്ളതാണ് രാജസ്ഥാൻ എന്ത് ചെയ്യും? അതെ, രാജസ്ഥാൻ എന്ത് ചെയ്യും? പക്ഷേ KC വരികയാണെങ്കിൽ KC ജയിക്കാൻ സാധ്യതയുണ്ട്. KC വരികയാണെങ്കിൽ KC ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ KC വരാനുള്ള സാധ്യത ഇല്ലാതില്ല. എന്ന് പറഞ്ഞാൽ KC വന്നാൽ KCയോ ആരിഫോ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക്, അതെ, തൃശ്ശൂർ ആരെടുക്കും എന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂരിലേക്ക് ഇത്തവണ പൊടിപാറുന്ന മത്സരമാണ്. മൂന്ന് പേരുകളേ ഉള്ളൂ. അതെ, പൂരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പൂരം ഇറങ്ങാൻ പോവുകയാണ് തൃശ്ശൂരിലേക്ക്. അത് വടക്കനാഥന്റെ പൂരം എന്ന് പറയുന്നത്, വടക്കനാഥന്റെ മണ്ണിലുള്ള തെരഞ്ഞെടുപ്പ് പൂരം തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചന ഇതാണ്. UDF 39.84%. TN പ്രതാപൻ അത് LDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് രാജാജി തോമസ് ആണ്. 30.85%. NDAക്ക് സുരേഷ് ഗോപി, കരുത്തരായ സുരേഷ് ഗോപി എത്തുമ്പോൾ 28.2%. അതായത് 11% വോട്ടിന്റെ വ്യത്യാസം അന്ന് UDF-ഉം NDAയും തമ്മിലുണ്ട് എന്താണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 1,93,000 വോട്ടുകൾ കൂടുതലായി 2014 അപേക്ഷിച്ച് BJPക്ക് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ കിട്ടിയ മണ്ഡലമാണ് തൃശ്ശൂർ. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. സ്ഥാനാർത്ഥി സാധ്യതകൾ നമുക്കൊന്ന് നോക്കാം. TN പ്രതാപന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്, അല്ലേ? പ്രതാപന്റെ പേര് തന്നെയാണ് ഉറച്ച. അപ്പൊ അവിടെ കട്ടൗട്ടുകൾ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചുമരെഴുത്ത് വരുന്നു. ആദ്യം വന്നത് ചുമരെഴുത്ത്, ഒന്ന് വായിക്കുന്നു, വീണ്ടും വീണ്ടും വരുന്നു. അത്രയും ഉറപ്പിച്ചിരിക്കുന്നു ആ പേര്. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ആരുടെ പേര് എഴുതി ചേർക്കുമെന്നതാണ് ചോദ്യം. UDF-ന്റെ സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ. LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിയാൽ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലും ഒരേ ഒരു പേര് മാത്രമേ ഇപ്പോഴും കേൾക്കുന്നുള്ളൂ. സുനിൽകുമാർ. സുനിൽകുമാർ എന്ന കരുത്തനായ CPI നേതാവ് ഇറങ്ങുന്നു. NDAയുടെ സുരേഷ് ഗോപി. മത്സരം തീപാറുമെന്നത് ഉറപ്പ്. അതെ, ഈ തീ പാറുമ്പോൾ അതിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ആരാണ് എന്ന ചോദ്യം അത് ഒരു $1 മില്യൺ ക്വസ്റ്റ്യനായി തന്നെ തൃശ്ശൂരിൽ വോട്ടെണ്ണി തീരുന്നത് വരെ നിലനിൽക്കാനും പോവുകയാണ്. ഏറ്റവും സസ്പെൻസ് ഉള്ള വോട്ടെണ്ണൽ, കൗണ്ടിംഗ് ഡേയിലെ ബിഗസ്റ്റ് സസ്പെൻസ് തൃശ്ശൂരായിരിക്കും. രാജ്യത്തെ CPIയുടെ ഏക സിറ്റിംഗ് സീറ്റാണ് പ്രതാപൻ പിടിച്ചെടുത്തത്. അതെ, ജയദേവൻ എന്ന് മത്സരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ TN പ്രതാപൻ അറിയാവുന്നതുപോലെ തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. നിർണായകമായ അവിടുത്തെ മുസ്ലിം ബെൽറ്റുകളിലും ക്രിസ്ത്യൻ ബെൽറ്റുകളിലും TN പ്രതാപന് വളരെ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എല്ലാ മണ്ഡലങ്ങളും LDF-നോടൊപ്പമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ജെയ്സണിലേക്ക് പോകാം. ജെയ്സൺ നമുക്കൊപ്പം ചേരുന്നു.
യെസ്, ജെയ്സൺ ചാമവളപ്പിൽ തൃശൂർ ആരെടുക്കും? മൂന്ന് മുന്നണികൾക്കും ഓരോ സ്ഥാനാർത്ഥി മാത്രം. സാധ്യതാ പട്ടികയും ഷുവറും എല്ലാം ഒന്ന് മാത്രമായി നിൽക്കുന്ന ഏക മണ്ഡലം. നമ്മൾ ഇതുവരെ പരിശോധിച്ചതിൽ ഇങ്ങനെയൊരു സാധ്യതാ പട്ടിക കാണുന്നത് തൃശൂരിൽ മാത്രമാണ്. നേരത്തെ തന്നെ രംഗത്തിറങ്ങിയ സുരേഷ് ഗോപി, ഇപ്പോൾ കട്ടൌട്ടുകൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്ന TN പ്രതാപൻ, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന VS സുനിൽകുമാർ. കരുത്തരുടെ ഒരു പോരാട്ടമായിരിക്കുമോ ഇക്കുറി തൃശൂരിൽ? സുജയ, തൃശ്ശൂരിൽ സാധ്യതാ പട്ടികകളില്ല. ഇനി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. VS സുനിൽകുമാറിനെ ഔദ്യോഗികമായി തന്നെ അനൌദ്യോഗികമായി പാർട്ടി നേതൃത്വവും LDFും വിവിധ വേദികളിൽ അവതരിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം നിശബ്ദമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ TN പ്രതാപൻ നേരത്തെ തന്നെ സജീവമായിട്ടുണ്ട്. അതിന് നേരത്തെ തന്നെ സുരേഷ് ഗോപി സജീവമായി കഴിഞ്ഞു. ശക്തന്റെ തട്ടകത്തിൽ ഒരു ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശക്തർ തന്നെയാണ് ഇത്തവണ മൂന്ന് കൂട്ടരും അണിനിരത്തുന്നത്. ആ വിജയമാർക്കൊപ്പം എന്നതാണ് അടുത്ത ചോദ്യം. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഒരു ധാരണ വരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു BJPയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അതിതീവ്ര ഹിന്ദുത്വ നിലപാട് എന്ന നിലയിലേക്ക് ഒരു BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംഭരിക്കാൻ വേണ്ട എല്ലാ രാഷ്ട്രീയ സ്ട്രാറ്റജിയും തുടക്കത്തിലെ 3-4 സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ TN പ്രതാപൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അലയൊലികളാണ് പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ കണ്ടത്. BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരം എന്ന പരസ്യമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് TN പ്രതാപൻ എത്തി എന്നതാണ്. അത് വളരെ തന്ത്രപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു. VS സുനിൽകുമാറിനെ പോലെ ഒരു കരുത്തനായ ഒരാൾ വന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് താനാണ് BJPക്കെതിരെ മത്സരിക്കുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട തന്ത്രങ്ങൾ മെനയും ചെയ്തു എന്നതാണ്. ശരി, നിലവിൽ 35% വോട്ടുകൾ ന്യൂനപക്ഷത്തിനുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, 35% ചെറിയ കണക്കല്ല. അത് മുസ്ലിങ്ങളുടെ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പോലും പകുതിയിലധികവും നിൽക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ് തൃശ്ശൂർ എന്നുള്ളത്. പക്ഷേ അവിടെ NDAക്ക് വലിയ സ്വാധീനവും പ്രതീക്ഷയും ഒക്കെയുള്ള മണ്ഡലമാണ്. സുരേഷ് ഗോപി എത്തുന്നതോടുകൂടി അത് വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 3 പേരും പ്രഗത്ഭരാണ്. അപ്പോൾ ഇനി അതിനകത്ത് സ്ഥാനാർത്ഥി സാധ്യതകളെ ചൊല്ലിയുള്ള ചർച്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലമായി നമുക്ക് കാണാൻ കഴിയുമോ? നിലവിൽ TN പ്രതാപൻ, VS സുനിൽകുമാർ, സുരേഷ് ഗോപി, അങ്ങനെ തന്നെയല്ലേ ലിസ്റ്റ് ഏറ്റവും ഒടുവിൽ? തീർച്ചയായും സ്ഥാനാർത്ഥി പട്ടിക അവിടെ അന്തിമമായി കഴിഞ്ഞ മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അവിടെ ഈ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള, ക്രൈസ്തവ മേധാവിത്വമുള്ളൊരു മണ്ഡലം എന്ന നിലയിൽ UDFന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ ജെയ്സൺ റിപ്പോർട്ട് ചെയ്ത പോലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് TN പ്രതാപൻ. അദ്ദേഹത്തിന് അത്തരമൊരു മേൽക്കൈ വന്നതിൻ്റെ അടിസ്ഥാനം അതായിരുന്നു. എന്നാൽ VS സുനിൽകുമാർ മത്സരരംഗത്തേക്ക് വരുന്നതോടുകൂടി പിന്നെ UDFനും NDAക്കും ഒരുപോലെ ഭീഷണി ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് VS സുനിൽകുമാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2016 VS സുനിൽകുമാറിനെ കയ്പമംഗലത്ത് നിന്ന് മാറ്റി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് നിയോഗിക്കുമ്പോൾ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ UDFനെ തറപറ്റിച്ച് സുനിൽകുമാറിന് ജയിക്കാൻ കഴിയുമോ എന്ന സംശയം ഇടതു നേതൃത്വം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ ശക്തമായ പോരാട്ടത്തിലൂടെ അവിടെ ഒരു ജയിച്ചു വരാൻ സുനിൽകുമാറിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു വലിയ മത്സരശേഷി പ്രകടിപ്പിക്കുന്ന നേതാവാണ്. മാത്രമല്ല തൃശ്ശൂരിലെ പഴയകാല കമ്മ്യൂണിസ്റ്റുകളുമായും പുതിയ യുവ കമ്മ്യൂണിസ്റ്റുകളുമായൊക്കെ തന്നെ ഇടതുപക്ഷ അനുഭാവികളുമായും ഒരു നല്ല കണക്ഷൻ കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് സുനിൽകുമാറിനെ മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കാനം ജീവിച്ചിരുന്ന ഘട്ടത്തിലാണെങ്കിൽ ഒരുപക്ഷെ സുനിൽകുമാർ അവിടെ തഴയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല ചിത്രം. സുനിൽകുമാർ എന്ന ഒറ്റ പേരിലേക്ക് CPIയും LDFും എല്ലാവരും വരുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. വ്യക്തമാണ് ശ്രീജിത്ത്. ഇനി നമുക്ക് മറ്റൊരു നമ്മുടെ റിപ്പോർട്ടറിലേക്ക് കൂടി പോകണം. VS രഞ്ജിത്ത്. അതെ, VS രഞ്ജിത്തിന്റെ EVT കാര്യം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ വടക്കൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിച്ചു, പക്ഷേ ചർച്ച പൂർത്തിയാവില്ല. എപ്പോഴും ഒരു ഇലക്ഷൻ ബ്രേക്കിംഗുമായിട്ട് ഇങ്ങനെ നിൽക്കും VS രഞ്ജിത്ത്. എന്താണ് ഇന്നത്തെ ഈ ഇലക്ഷൻ ഈവനിങ്ങിലെ ബ്രേക്കിംഗ്? ഡോക്ടർ അരുൺകുമാർ, ഈ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പേര് ഇടം പിടിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നൊരു ക്ലീശ മറുപടിയാണ് കിട്ടാറുള്ളത്.
ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ കണ്ണൂരിലും വടകരയിലും ഒക്കെ ഉയർന്നു കേട്ടൊരു പേരായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനത്. കണ്ണൂരിലും വടകരയിലും ഒക്കെ നേരത്തെ ജയിച്ച് പാരമ്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് അദ്ദേഹത്തോട് ഇന്ന് നമ്മൾ നേരിട്ട് ചോദിച്ചു, ഈ മത്സര രംഗത്ത് കണ്ണൂരിലും വടകരയിലും ഒക്കെ താങ്കളുടെ പേരുണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം അസന്നിഗ്ധമായി നേരിട്ട് നമുക്കത് കേൾക്കാം എന്താണ് പറഞ്ഞത് എന്ന്. കേൾക്കൂ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. ഞാൻ 2019 ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവസരമുണ്ടായിട്ടും അന്ന് KPCC അധ്യക്ഷനായിട്ട് ഞാനിനി ലോകസഭയിലേക്ക് ഇല്ല എന്ന കാര്യം ഖണ്ഡിതമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് ഞാൻ ഇല്ല എന്ന കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കണ്ണൂരിലേക്കോ വടകരയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന കാര്യം നിങ്ങളിൽ കൂടെ ഞാൻ കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിലപാടെടുക്കുമ്പോൾ ആലോചിച്ച് മാത്രമേ നിലപാടെടുക്കാറുള്ളൂ. ആ നിലപാടിൽ ഒരിക്കൽ പോലും മാറ്റം വരുത്താനുള്ള സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല എന്ന് റിപ്പോർട്ടറിലൂടെ മുല്ലപ്പള്ളിയുടെ ആരാധകരെ ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തെയൊക്കെ അറിയിക്കുകയാണ്. ലോക്സഭയിലേക്കില്ല എന്നാണ്. ലോക്സഭയിലേക്കില്ല എന്നതിനൊരു സ്ട്രെസ് ഉണ്ടോ VS രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം പാർട്ടി വൃത്തങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്ന് ഉറപ്പാണ്. 2019 പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം KPCC അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ KPCC അധ്യക്ഷനായി മാറി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് മറ്റുള്ളവരെ ജയിപ്പിച്ചു വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇക്കുറി ഏതായാലും പലതവണ ലോക്സഭയിലേക്ക് പോയ പാരമ്പര്യം എനിക്കുണ്ട്. ഡൽഹിയായിരുന്നു എൻ്റെ പ്രവർത്തന കേന്ദ്രം. ഇനി ഡൽഹിയിലേക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് മുല്ലപ്പള്ളി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പാർട്ടിയോടിടഞ്ഞ് പലപ്പോഴും പല യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മുല്ലപ്പള്ളി പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. വികാരാധീനനായി പൊട്ടിക്കരയുന്ന മുല്ലപ്പള്ളി അല്ലേ, വളരെ ജെന്യുവനായ ഒരു മനുഷ്യനാണ്. അപ്പോഴും മാറുന്ന തലമുറയ്ക്കനുസരിച്ച് അദ്ദേഹം ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ VM സുധീരനെ പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ആ അർത്ഥത്തിൽ ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. കുറച്ചു കാലമായി വലിയ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത് ഈ കഴിഞ്ഞുപോയ മണ്ഡലങ്ങളിലെല്ലാം. അതിലേറ്റവും കൃത്യമായി തീർന്നിരിക്കുന്നത് തൃശ്ശൂരിലെ മാത്രം. തൃശ്ശൂരിൽ അത് അടഞ്ഞു, ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഇനി സ്ഥാനാർത്ഥി പട്ടിക സീൽഡ്. ഇനിയുണ്ടോ? തെക്കൻ കേരളത്തിലേക്കാണ് ഇനി നമ്മൾ നാളെ 6 മണ്ഡലങ്ങൾ ബാക്കിയാണ്. നിർണായകമായ ആ 6 മണ്ഡലങ്ങളിലേക്ക് നമ്മൾ എത്തും. നാളെ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് നാളെ നോക്കാം. കേരളത്തിൽ ആരൊക്കെ? റിപ്പോർട്ടർ സ്പെഷ്യൽ ഈവനിംഗ് ഷോ ഇന്നിവിടെ അവസാനിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ.